ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഓടക്കടുകാരുടെ ഒരു ദീർഘകാലമായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്കാണ് പോകാൻ പോകുന്നത്. വർഷങ്ങളായി കാത്തിരുന്ന ഓടക്കടുകാരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ് ഇന്ന്. അതെ, ഞങ്ങളുടെ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഉദ്ഘാടനമാണ്. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കപ്പ വിളിക്കാണ് അവരിപ്പം. എല്ലാവരും ഉണ്ട്. എജസുണ്ട്, അപ്പുചാട്ടയുണ്ട്, സിജിത്തേട്ടയുണ്ട്, കുട്ടിച്ചേട്ടയുണ്ട്. ആർക്കും എന്നെ തോപ്പിക്കാനാവില്ല എന്ന മൈൻഡോടുകൂടി ചോദിച്ചേട്ടൻ നമ്മളോട് കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടോമിച്ചേട്ട ഇവിടെ എല്ലിൻ്റെ അകത്ത് നിന്ന് ഇറച്ചിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കട്ടിയുള്ള എല്ലൊക്കെ ഒന്നുകൂടി കണ്ടിക്കാനുള്ള സെറ്റപ്പിൽ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം എല്ലും കപ്പയാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പം എല്ലും കപ്പയ്ക്ക് കൊണ്ട് കരിയാപ്പിലൊക്കെ ഇവിടുന്ന് കുട്ടിച്ചേട്ടയും ടോമിച്ചേട്ടയും കൂടി പറിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടോമിച്ചേട്ട എവിടെ എത്തും കേട്ടോ. ഏത് രീതിയിലാണെങ്കിൽ തന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ ഹെൽപ്പും ചെയ്യണം എന്നുള്ളൊരു മൈൻഡുള്ള മനുഷ്യനാണ് ടോമിച്ചേട്ട. ഇത് ഇവിടെ എല്ലാവരും കൂടി കപ്പ കൊത്തി ഞുറുക്കി പീസാക്കിയിട്ടോട്ടെ. ഇനിയിപ്പോൾ കപ്പേനെ ഒന്ന് കഴുകി വെളുപ്പിക്കണം. വെളുപ്പിച്ചിട്ട് ഇനി നമ്മൾ അടുപ്പിലേക്ക് വെക്കും. അതാണ് പ്ലാൻ. ഇവിടെ നമ്മൾ സിനോയെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇറച്ചി കഴുകുന്നുണ്ട് കേട്ടോ. നല്ല കഴുകി ഇറച്ചീനെ നല്ല കുട്ടപ്പനാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചോരയെല്ലാം കളഞ്ഞ് നല്ല അടിപൊളിയാക്കുന്നുണ്ട്. ഗൈസ്, ഇവിടെ നമ്മുടെ ഒ പി പിള്ളേരും കൂടി വെയിറ്റിംഗ് ഷെഡ് അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. അലങ്കാരം പരിപാടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാക്കുന്നുണ്ട്. ഈ വെയിറ്റിംഗ് ഷെഡ് ഇങ്ങനെ ആവാനൊരു കാരണം ഒ പിയും കൂടിയാണ് കേട്ടോ. അതാണ്ട് ഇവിടെ നമ്മുടെ അപ്പ് ഇലയെല്ലാം കഴുകി അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏകദേശം എല്ലും കപ്പയൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇലയെല്ലാം കഴുകുന്നുണ്ട് പുള്ളി. എന്തായാലും നമ്മുടെ എല്ലും കപ്പേൻ്റെ അവസ്ഥ എന്താ വിനേഷങ്ങൾ ടേസ്റ്റൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടോ. ഞാൻ എൻ്റെ അടുത്ത് പോകുന്നത് എന്തായാലും വേണം. അടിപൊളിയായിട്ടുണ്ട്. വർത്തമാനം പറഞ്ഞിരുന്ന അങ്ങ് അറിഞ്ഞില്ല. സമ്മേളന പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങി കേട്ടോ. നമ്മുടെ ഒ പിയുടെ ചെറിയൊരു സ്വാഗത പ്രസംഗത്തോടുകൂടിയാണ് ഇവിടുത്തെ പരിപാടികളിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ഇൻഡാച്ചായിരുന്നു അധ്യക്ഷ പ്രസംഗം നടത്തിയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടക ശ്രീമതി ഫിലോമിന ടീച്ചറിൻ്റെ ആശംസ പ്രസംഗം രാഷ്ട്രീയ നയങ്ങളെ പറ്റിയുള്ള ഒരു വേറിട്ട ചിന്താഗതി നമുക്ക് നൽകുകയും ചെയ്തു. KPCC മെമ്പർ ശ്രീ മുഹമ്മദ് പ്ലാത്തൂരും ആശംസ അർപ്പിച്ച് പ്രസംഗിച്ചു. അതുപോലെ തന്നെ വാർഡ് പ്രസിഡന്റ് ശ്രീ രാജീവ് ജോസഫ് സാറും മണ്ഡലം പ്രസിഡന്റ് അയൂബിക്കയും ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു. അതെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഓടക്കടുകാർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം തന്നെയാണ്. നാടിൻ്റെ ഏറ്റവും പെട്ടെന്ന് വന്ന ഒരു വികസനം തന്നെയാണ് ഞങ്ങളുടെ വെയിറ്റിംഗ് ഷെഡ്. ഈ ഒരു വികസനം എല്ലാത്തിനും ഒരു തുടക്കം തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ പരിപാടികൾക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയ ശ്രീ ഷിജോ തോമസ്, ബിനു മേക്കാട്ട്, അതുപോലെ തന്നെ ഓടക്കടു ബ്രദേഴ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മ എല്ലാവർക്കും ഉള്ള നന്ദി ഇവിടെ അർപ്പിച്ചുകൊള്ളുന്നു. ഒന്ന് വിളിച്ചപ്പോഴത്തേക്കും എല്ലാ പ്രോഗ്രാംസ് മാറ്റി ഇവിടെ എത്തുകയും ഞങ്ങളുടെ ഈ ചെറിയ വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം ചെയ്ത ശ്രീ ഫിലോമിന ടീച്ചർക്കും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉള്ള നന്ദി ഇവിടെ സൂചിപ്പിച്ചുകൊള്ളുന്നു. മനസ്സിന്റെ പാട്ടു കേട്ടു